सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। नाम संकीर्तनं यस्य सर्वपाप प्रणाशनं प्रणामो दुःखशमनस्तं नमामि हरिं परं। प्रणामो दुःखशमनः तं नमामि हरिं परम्। सच्चिदानंद भगवान की जय। श्री गुरुभ्यो नमः। हरिः ओम। ओम नमो नारायणाय। ശ്രീമദ്ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ പൂർവാർദ്ധത്തിൽ വരുന്ന 5 അധ്യായങ്ങളെ രാസപഞ്ചാധ്യായി എന്നാണ് ആചാര്യന്മാർ വിളിച്ചു പോരുന്നത്. 29-ാം അധ്യായം മുതൽ 33-ാമത്തെ അധ്യായം വരെ വരുന്ന അധ്യായങ്ങൾ. ഈ രാസപഞ്ചാധ്യായിയിലെ ഭഗവാന്റെ ലീലകളിൽ രാസലീല ഏറ്റവും പ്രസിദ്ധമാണ്. ആ രാസലീലയുടെ തത്വസമീക്ഷയാണ് ചുരുങ്ങിയ സമയത്ത് കഴിയുന്നത് പോലെ ഇവിടെ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. തത്വസമീക്ഷ എന്നതുകൊണ്ട് തന്നെ ശ്രീമദ് ഭാഗവതം എങ്ങനെ തത്വരൂപത്തിൽ നിലകൊള്ളുന്നു എന്നത് അല്പമൊന്ന് പരിചയപ്പെട്ടിട്ട് ശരിക്കും അധ്യായത്തിലെ വിചാരത്തെക്കുറിച്ച് മുന്നേക്ക് ചിന്തിക്കാം. വ്യാസഭഗവാൻ മഹാഭാരതത്തിലെ ആദിപർവത്തില് ഒരു വാക്യം പറയുന്നുണ്ട്. ഇതിഹാസ പുരാണാഭ്യാം വേദം ഉപബൃംഹയേത് പുരാണപൂർണചന്ദ്രേണ ശ്രുതിർ ജ്യോത്സ്നാഃ പ്രകാശിതാഃ. ഇത് ആദിപർവത്തിലെ പ്രഥമാധ്യായത്തിൽ തന്നെയാണ് പറയുന്നത്. എന്താണ് അതർത്ഥം ആക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇതിഹാസ പുരാണാഭ്യാം വേദം ഉപബൃംഹയേത്. വേദത്തിൻ്റെ വിസ്താരം അല്ലെങ്കിൽ വേദത്തിൽ പറയപ്പെട്ട സാരം പുരാണ ഇതിഹാസങ്ങളിലൂടെ മനസ്സിലാക്കണം.
സനാതനധർമ്മത്തിൻ്റെ മൗലിക സിദ്ധാന്തം അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ ആധാര ഗ്രന്ഥം എന്ന് പറയുന്നത് വേദമാണ്. എല്ലാവർക്കും അറിയാം. അനാദി അപൗരുഷേയമായിട്ടുള്ള വേദം, ആ വേദത്തിൽ പറഞ്ഞ തത്വജ്ഞാനം, വേദാന്തമായിരിക്കുന്ന തത്വജ്ഞാനം, അതിനെയാണ് ഉപനിഷത്തെന്നും വേദാന്തമെന്നും ഒക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താ അത് അർത്ഥമാക്കുന്നത്? വേദാന്തത്തിൽ പറയുന്നതായിട്ടുള്ള ഇതിലൊക്കെ കാണുന്നത് കഥകളാണ്. അത് ആ കഥകളിലും പലതും നമുക്ക് ശാസ്ത്രീയമായിട്ടും യുക്തി കൊണ്ടും മനസ്സിലാക്കാൻ പറ്റാത്തത്, കേവലം ശ്രദ്ധ കൊണ്ട് വിശ്വാസം കൊണ്ട് മാത്രം അംഗീകരിച്ചു പോരുന്നതുമായിട്ടുള്ള കഥകൾ. പലപ്പോഴും ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വേദാന്തമൊക്കെ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക വളരെ സാധാരണ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് കാരണം വേദത്തിൻ്റെ പ്രതിപാദന ശൈലി, വേദത്തിൽ 3 തരത്തിലുള്ള പ്രതിപാദന ശൈലിയുണ്ട്. ഒന്നാമത്തെ ശൈലി പറഞ്ഞിരിക്കുന്നത്, ശൈലി എന്ന് പറയുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളുടെ ഒരു പ്രകാരം എന്ന് തന്നെ പറയാം, അതിനെ തഥ്യകഥനം അല്ലെങ്കിൽ തത്വ. ഇപ്പോൾ വേദത്തിൽ തത്വങ്ങളെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്, തത്വകഥനമുണ്ട്. ആ തത്വകഥനം തന്നെയാണ് ബ്രഹ്മത്തെക്കുറിച്ചും പരമാത്മാവിനെക്കുറിച്ചും അങ്ങനെ വേദാന്തത്തിൽ വർണ്ണിക്കുന്നതായിട്ടുള്ള തത്വകഥനങ്ങൾ. അതുപോലെ വിജ്ഞാനത്തെക്കുറിച്ച്, ശാസ്ത്രത്തെക്കുറിച്ച്, സയൻസിനെയൊക്കെ കുറിച്ച്, യഥാർത്ഥ രൂപങ്ങളെക്കുറിച്ച് താത്വികമായി പറയുന്ന കാര്യങ്ങൾ, യഥാർത്ഥമായിട്ടുള്ളത്, അതിലൊന്നും ആർക്കും സംശയമില്ല. അതൊക്കെ എല്ലാവർക്കും രസിക്കുന്നതാണ്, എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അപ്പോൾ വേദത്തിന് തത്വകഥനം എന്നൊരു ശൈലിയുണ്ട്. അതിലാർക്കും സംശയമില്ല എന്ന് പറയാം. കാരണം വേദാന്തം പഠിക്കുന്നവരൊക്കെ ആ ദൃഷ്ടിയിലൂടെയാണ് പുരാണങ്ങളെ കാണുന്നത്. അപ്പോൾ ആ രീതിയിലല്ലാത്ത പുരാണ ഭാഗങ്ങളെ അവർ പലപ്പോഴും സ്വീകരിക്കാതെ സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ ബുദ്ധിക്ക് നിരക്കാത്ത രീതിയിൽ ഇരിക്കുന്നത് കൊണ്ട് അത് ശരിയല്ല എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഗ്രന്ഥങ്ങൾ വരെ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മളെ ഭാരതത്തിൽ പല സമ്പ്രദായങ്ങളും ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നുമുണ്ട്. പുരാണങ്ങളൊക്കെ പറയുന്നതൊക്കെ കഥകൾ മാത്രമാണ്, അതിലൊന്നും സത്യമില്ല, അതുകൊണ്ട് പുരാണങ്ങൾ കേട്ടാൽ ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്ന് പറയുന്നവർ ഇഷ്ടം പോലെയുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പം അത് തത്വകഥനത്തെ മാത്രം എടുത്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. രണ്ടാമത്, ഒരു സാമാന്യ ശൈലി പറഞ്ഞാൽ വേദം പ്രതിപാദിക്കുന്ന ശൈലിയിൽ രൂപക ശൈലി അല്ലെങ്കിൽ ഉപമയുടെ ശൈലിയുണ്ട്. രൂപകങ്ങൾ സൃഷ്ടിച്ച് ആ രൂപകങ്ങളിലൂടെ പ്രതിപാദ്യ വിഷയങ്ങളെ രസകരമായിട്ട് പറയുക. അപ്പോൾ രൂപകങ്ങൾക്കുള്ളൊരു പ്രശ്നം, നമുക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും, പക്ഷേ അതിൻ്റെ യഥാർത്ഥ രൂപം അറിഞ്ഞില്ല എങ്കിൽ, സത്യം എന്താണ്, പ്രതിപാദ്യം എന്താണ് എന്ന് അറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ രൂപകത്തിൽ തന്നെ നിന്നുപോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ വേദത്തിൽ വന്ന പല സൂക്തങ്ങളിലും ഇത്തരം രൂപകങ്ങൾ കാണാം. അതിൽ സൂര്യഭഗവാനെ കുറിച്ച് പറയുമ്പോൾ സൂര്യവർണ്ണനെ കുറിച്ച് പറയുന്ന രഥവർണ്ണനയും 7 കുതിരകളെക്കുറിച്ച് വർണ്ണിക്കുന്നതും, അങ്ങനെ അനേകം ഉദാഹരണങ്ങൾ രൂപക രീതിയിൽ വേദത്തിൽ കാണാവുന്നതാണ്. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു ശൈലി പറയാവുന്നത് അതിശയോക്തിയാണ്. അത്ഭുതമൂർന്ന, ആശ്ചര്യമുണ്ടാക്കുന്ന
രീതിയിലെ വർണ്ണന, ഈ അത്ഭുതമൂർന്ന വർണ്ണനകൾക്കുള്ള പ്രത്യേകത, അതിൽ നമുക്ക് യുക്തിയൊന്നും കണ്ടെത്താൻ പറ്റില്ല. അതിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം നമുക്ക് നേരത്തെ അറിയാമെങ്കിൽ മാത്രമേ അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിലെന്താ പറയുന്നതെന്ന് മനസ്സിലാവില്ല. അപ്പൊ ഈ അതിശയോക്തിയും രൂപകവും രണ്ടും എടുത്താൽ അതിനോടൊപ്പം തത്വങ്ങളെ ചേർത്ത് വിസ്തരിച്ച് കഥാരൂപത്തിൽ പറയുന്ന രീതിയാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിഗമ ആഗമങ്ങളിൽ അത്യന്തം വൈദുഷ്യമുള്ള ഒരാളിന് മാത്രമേ പുരാണ ഇതിഹാസങ്ങളിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങളെ തിരിച്ചറിയാൻ സാധിക്കൂ. അത് ഈ അതിശയോക്തിയൊക്കെ പറയുമ്പോൾ അതിൽ പല സ്ഥലത്തും നാടകീയത കാണും. ഇപ്പം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഭാഗത്ത് അങ്ങനെ തന്നെയാണ്. അത് ഗുപ്തമായിട്ട് വച്ചിരിക്കും. നമ്മൾ പറയാറുണ്ടല്ലോ, സസ്പെൻസ് എന്ന് പറയുന്നൊരു രീതി ഉണ്ടല്ലോ. അപ്പോൾ സിനിമയിലും മറ്റ് കലകളിലും നാടകങ്ങളിലും നോവലുകളിലും കഥകളിലും ഒക്കെ ഈ സസ്പെൻസ് വയ്ക്കുന്നൊരു രീതിയുണ്ട്. അപ്പം അതുപോലുള്ള ഒരു രീതി വ്യാസഭഗവാൻ മഹാഭാരതത്തിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ രചനകളിൽ മുഴുവൻ അത് കാണാം. ഗുപ്തമായിട്ട് രഹസ്യമായിട്ട് പറയുക. അപ്പം അത് വളരെ ശ്രദ്ധിച്ച് അതിലുപയോഗിക്കുന്ന വാക്കുകളുടെ അർത്ഥം മുൻപിൻ അർത്ഥങ്ങളെ നന്നായിട്ട് വിമർശനം ചെയ്ത് നോക്കിയാൽ മാത്രമേ അതിൽ നിന്ന് ആ ശരിയായിട്ടുള്ള രഹസ്യം പുറത്തു വരുള്ളൂ. തീർച്ചയായിട്ടും സൂചനകളുണ്ടാവും. ആ സൂചനകൾ ഏത് വാക്കുകളിലൂടെ എങ്ങനെ പറയുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയണം. ഇതൊരു കാവ്യ രീതിയാണ്. കാളിദാസനെ, മഹാകവി കാളിദാസനെ പോലുള്ളവരൊക്കെ ഈ രീതി അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. സംസ്കൃതത്തിലെ സുപരിചിതമായ ഒരു ശൈലി തന്നെയാണ് ഇങ്ങനെ ഗുപ്തമായിട്ട് കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ ദ്വ്യർത്ഥകം വെച്ച് കാര്യങ്ങൾ പറയുക എന്നൊക്കെ വരുന്നത്. അപ്പോൾ ഭാഗവതത്തെ വർണ്ണിക്കുമ്പോൾ നിഗമകൽപ്പതരോ ഗളിതം ഫലം എന്ന വാക്കുകൊണ്ട് തന്നെ, അതുപോലെ അവസാനം സർവവേദാന്ത സാരം. അപ്പോൾ ഈ വാക്കുകൾ പറയുന്നത് വളരെ കുറച്ചായിരിക്കും, പക്ഷെ ഇതിലൂടെ പറയുന്ന സാരം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നാണ്. അപ്പം അതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ വേദാന്ത സ്വരൂപം. അത് ഉപദേശങ്ങളുടെ രൂപത്തിൽ വരും, സ്തുതികളുടെ രൂപത്തിൽ വരും. ഇപ്പോൾ ഭാഗവതത്തിൻ്റെ പ്രഥമ ശ്ലോകം തന്നെ വേദാന്തത്തിൻ്റെ സാരം പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങുന്നത്, ജന്മാദ്യസ്യതഃ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ വരുന്ന ആ ക്രമം ശരിക്ക് മനസ്സിലാക്കി അതിൽ ആഴ്ന്ന് ചിന്തിച്ചാൽ മാത്രമേ അതിന് മധ്യത്തിൽ വരുന്ന കഥകളുടെ സാരം നമുക്ക് മനസ്സിലാകും. അങ്ങനെ സാരം മനസ്സിലാക്കാതെ ശ്രീമദ് ഭാഗവതത്തിലെ പല ഭാഗങ്ങളെയും തെറ്റായി വ്യാഖ്യാനിക്കുകയും അതിലെ അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് ചിന്തന വിമർശനങ്ങളൊക്കെ ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. അതിൽ പ്രധാനമായൊരു ഭാഗമാണ് ഈ രാസലീല എന്ന് പറയുന്നത്. രാസലീല സംബന്ധിച്ച 5 അധ്യായങ്ങളെ ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ ഈ ഒരു ശേഷിച്ച സമയത്ത് രാസലീലയുടെ ഉള്ളിൽ നിന്നുകൊണ്ട്, അതായത് ഇപ്പോൾ ഞാനിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് എൻ്റെ സ്വകൽപ്പനയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൽപ്പനയൊന്നുമല്ല. ശ്രീമദ് ഭാഗവതത്തിലെ രാസപഞ്ചാധ്യായിയിൽ വ്യാസഭഗവാൻ രാസലീലയെ സംബന്ധിച്ച്, ഭഗവാൻ കൃഷ്ണൻ്റെ ആ ലീലാവിശേഷത്തെ സംബന്ധിച്ച് എന്തൊക്കെയാണ് പറയുന്നത്, അതിൽ ആധികാരികമായ വ്യാഖ്യാനങ്ങൾ, ഇപ്പോൾ ശ്രീധരി പോലുള്ള വ്യാഖ്യാനങ്ങൾ അതിനെ എങ്ങനെയാണ് എടുത്തു കാണിച്ചിരിക്കുന്നത്, അതാണ് ഇവിടെ സൂചിപ്പിക്കാൻ പോകുന്നത്.
അപ്പോൾ കഥ നിങ്ങൾക്കറിയാം, അതുകൊണ്ട് കഥ പറയുന്നില്ല. കഥ പറയാൻ നമുക്കിവിടെ സമയവും ഇല്ല. അപ്പോൾ രാസലീലയിലെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ കഥ ഓർക്കുക, കുറച്ച് സമയം ആ കഥയിലേക്ക് പ്രവേശിക്കുക. ആ കഥയിൽ നിന്നുകൊണ്ട് അതിലെ ഭഗവാൻ ഏത് രൂപത്തിലാണ് രാസലീല ആടുന്നത്, എന്താണ് രാസലീല, അതിന് രാസം എന്ന് പറയാൻ കാരണം എന്തുകൊണ്ട്, അങ്ങനെ അതിൻ്റെ ഒരു താത്വികമായ വിചാരം. അത് കുറച്ചൊക്കെ ടെക്നിക്കലായിരിക്കും, സാങ്കേതികമായ രീതിയിലാണ് പറയേണ്ടി വരിക. എന്നാലും അത് ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം അതിനൊരു സമാധാനം ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. അപ്പം ആദ്യം നമ്മുടെ വേദാന്ത ശാസ്ത്രങ്ങൾ ഏകാത്മജ്ഞാനത്തെ, ഒരു ബ്രഹ്മത്തെ മാത്രം, ആത്മാവിനെ മാത്രമാണ് സത്യമായിട്ട് പറയുന്നത്. ആത്മാവ് ഒഴികെ മറ്റൊന്നും സത്യമായിട്ടില്ല. അപ്പോൾ ബ്രഹ്മം തന്നെയാണ്, സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ബ്രഹ്മം തന്നെയാണ് സത്യം. അത് തന്നെയാണ് സർവവ്യാപകമായിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ അത് തന്നെയാണ്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, സച്ചിദാനന്ദം ആയിട്ടുള്ള ബ്രഹ്മം. അങ്ങനെയുള്ള ആ ബ്രഹ്മം യോഗമായയിലൂടെ, മായാ ഉപാധിയിലൂടെ അനേക രൂപങ്ങളിൽ പ്രകടമാകുന്നു. ഇന്ദ്രോ മായാഭിപുരൂപ ഈയത്തെ തദസ്യ രൂപം പ്രതിചക്ഷണായ. അങ്ങനെയാണ് അതിനെക്കുറിച്ച് ബൃഹദാരണ്യക ഉപനിഷത്തിൽ സൂചിപ്പിക്കുന്നത്. പരമാത്മാവ് തൻ്റെ മായാശക്തി കൊണ്ട് അനേക രൂപങ്ങൾ ധരിക്കുന്നു. എന്തിനാണ് അനേക രൂപങ്ങൾ ധരിക്കുന്നത്? അങ്ങനെ അനേക രൂപങ്ങൾ ധരിച്ച് പ്രകടമാകുമ്പോഴാണ് ഭഗവാന്റെ ആ ലീലയിലൂടെ എല്ലാവരും ഭഗവാനെ അറിയുക. തദസ്യ രൂപം പ്രതിചക്ഷണായ. ഭഗവാന്റെ ആ രൂപം മനസ്സിലാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ബോധസാരം എന്നൊരു വേദാന്ത കൃതിയുണ്ട്. നരഹരി സ്വാമിജി എന്ന് പറയുന്ന ഒരു വലിയ വേദാന്ത പണ്ഡിതനുണ്ടായിരുന്നു 18ാമത്തെ സെഞ്ചുറിയിൽ. അദ്ദേഹം എഴുതിയ ബോധസാരം എന്നൊരു കൃതിയുണ്ട്. അതിൽ പറയുന്നത്, ഭക്ത്യർത്ഥം കൽപ്പിതം ദ്വൈതം അദ്വൈതാദപി സുന്ദരം. ഭക്ത്യർത്ഥം കൽപ്പിതം ദ്വൈതം അദ്വൈതാദപി സുന്ദരം. അപ്പൊ അദ്വൈത ജ്ഞാനം എന്ന് പറയുന്ന ആ ജ്ഞാനത്തിൻ്റെ രീതിയിൽ ചിന്തിക്കുമ്പോൾ അത് രസാവഹമല്ലെന്ന് തോന്നും. അത് കേട്ടിരിക്കാൻ രസമില്ല. കുറച്ച് സമയം കേട്ടിരുന്നാൽ നമുക്ക് പിന്നെ അത് സഹിക്കാൻ കഴിയില്ല, ബോറാകും. അതിലേക്ക് മനസ്സ് ആകൃഷ്ടമാകുന്നത് വളരെ ചുരുക്കമാണ്. കുറച്ച് സമയമൊക്കെ കേൾക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ മനസ്സിനൊന്നും മനസ്സിലാവില്ല, ബുദ്ധി പ്രവർത്തിക്കില്ല എന്നുള്ളത് കൊണ്ട് അവിടെ തടയപ്പെടും. അങ്ങനൊരവസ്ഥയുണ്ട്. അപ്പോൾ അതിലൊരു രസമില്ല എന്ന് തോന്നും. അപ്പോൾ വേദാന്തത്തെ, അദ്വൈതത്തെ എങ്ങനെ രസാവഹമാക്കാമെന്ന് ചോദിച്ചാൽ, ഭഗവാൻ തന്നെ പറഞ്ഞതുപോലെ മായാശക്തി കൊണ്ട് അനേക രൂപങ്ങൾ സൃഷ്ടിച്ച് ആ ഒന്നിനെ തന്നെ പലതായി വർണ്ണിച്ച്, പല രീതിയിൽ വർണ്ണിച്ച്, പല രസങ്ങളിലൂടെ വർണ്ണിച്ച് അതിനെ സുന്ദരമാക്കാം. അപ്പോൾ ഭക്തിയർത്ഥം. അപ്പോൾ എന്താ സംഭവിക്കുക? ആ ഭാവത്തിൽ നമുക്ക് ഭക്തി ഉണ്ടാകും. നമ്മുടെ തന്നെ വിചാരവികാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അങ്ങനെ ബന്ധിച്ച കഥകൾ, അതുമായിട്ട് സംബന്ധിച്ച കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ അടുപ്പം തോന്നും. നമ്മുടെ മനസ്സ് അതിലേക്ക് ആകൃഷ്ടമാകും. അപ്പൊ ഈ രസത്തെ പ്രകടമാക്കാനാണ് അദ്വൈതത്തിനെ ദ്വൈതമായ രൂപത്തിൽ ശാസ്ത്രങ്ങൾ വർണ്ണിക്കുന്നതെന്ന് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. രാസശബ്ദമുണ്ടായത്
രസശബ്ദത്തിൽ നിന്ന് തന്നെയാണ്. തൈത്തരീയ ഉപനിഷത്തിലെ രസോവൈ സഹ എന്നൊരു വചനമുണ്ട്. ആ പരമാത്മാവ്, ആ ആത്മാവ് രസസ്വരൂപമാണ്. രസം എന്ന് പറഞ്ഞാൽ ആനന്ദം എന്നാണ് അർത്ഥം. ആനന്ദസ്വരൂപമാണ് പരമാത്മാവ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രസസംബന്ധി ആയതിനെ രാസം എന്ന് പറയും. സംസ്കൃതത്തിൽ രസസംബന്ധി ആയ ഏതൊന്നുണ്ടോ അതിനെ രാസം എന്ന് പറയാം. ഇപ്പൊ രസം നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. രസശബ്ദം എല്ലാവർക്കും അറിയാവുന്ന ശബ്ദമാണ്. അപ്പൊ ആ രസത്തിൻ്റെ ഉള്ളിലുള്ള രസം എന്തെന്ന് ചോദിച്ചാൽ അത് ആത്മാവിൻ്റെ സ്വരൂപം തന്നെയാണ്. ആത്മാവ് തന്നെയാണ് അവിടെ രസമായിരിക്കുന്നത്. അങ്ങനെയുള്ള ആത്മാവിൽ നിന്ന് സ്രവിക്കുന്നതായിട്ടുള്ള ആത്മസംബന്ധിയായിട്ടുള്ള ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ഉളവാകുന്നതായിട്ടുള്ള രസത്തെ രാസം എന്ന് പറയാം. അങ്ങനെയാണ് രസസംബന്ധിയായിട്ടുള്ള രാസലീല ഉണ്ടായത്. ആ രാസസംബന്ധമായിട്ട് പറയുമ്പോൾ പല രസങ്ങളെക്കുറിച്ച് കാവ്യങ്ങൾ വർണ്ണിക്കുന്നുണ്ട്. കാവ്യത്തിലും കലയിലുമൊക്കെ നവരസങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ശൃംഗാരാദി രസങ്ങൾ. ആ ശൃംഗാരാദി രസങ്ങളിൽ ഏറ്റവും കാവ്യരീതിയിൽ, സാഹിത്യ രീതിയിൽ പ്രധാനമായ രസമായി പറയുന്നത് ശൃംഗാരരസത്തെ തന്നെയാണ്. എന്നാൽ ആത്യന്തികമായിട്ടുള്ള ആ രസങ്ങളുടെ സമർപ്പണം, രസങ്ങളുടെ ഏകീഭാവം എന്ന് പറയുന്നത് ശാന്തരസവും. അപ്പൊ ഇതാണ് ആ രസവർണ്ണനയിൽ വരുന്നത്. ശ്രീമദ് ഭാഗവതം ഈ നവരസങ്ങളുടെ ഒരു സമാഹാരമാണ്. ശ്രീമദ് ഭാഗവതം എന്ന് മാത്രമല്ല, മറ്റു പുരാണങ്ങളും അങ്ങനെ തന്നെയാണ്. ആ പുരാണത്തെ മുഴുവൻ നമ്മളെടുത്ത് ഓരോരോ ഭാഗങ്ങളായി ഓരോരോ കഥകളിലൂടെ നോക്കിയാൽ അതിൽ ഈ രസങ്ങൾ പല രീതിയിലും പ്രകടമായിരിക്കുന്നതായിട്ട് കാണാം. പുരാണങ്ങൾ പഞ്ചലക്ഷണങ്ങളോടുകൂടിയ പുരാണങ്ങൾ തന്നെ ആ പഞ്ചലക്ഷണങ്ങളോടുകൂടി ഇരിക്കെ ഈ പഞ്ചലക്ഷണങ്ങളെ വർണ്ണിക്കുന്നത് ഈ രസങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് പുരാണ കഥകൾ കേട്ടിരുന്നാൽ നമുക്ക് ആനന്ദമുണ്ടാകുന്നത്. എപ്പോഴും അതിലേക്ക് മനസ്സ് നമ്മളെ ആകർഷിക്കുന്നത്. ഇനി ഈ ആനന്ദം, നമുക്കുണ്ടാകുന്ന ആനന്ദം, ആ ഒരു സുഖം, ആ പരമാനന്ദം, ഇന്ന് രാവിലത്തെ സത്രത്തിൽ സംപൂജ്യ സ്വാമിജികൾ പറഞ്ഞതുപോലെ അതെന്താണ്, അതെങ്ങനെ ഉണ്ടാകുന്നു, അതെവിടുന്നുണ്ടാകുന്നു, അത് പുറത്തുനിന്നാണോ വരുന്നത്, നമ്മൾ കാണുന്നതായിട്ടുള്ള ഈ വിഷയങ്ങളിൽ നിന്നാണോ, പഞ്ചവിധ വിഷയങ്ങളിൽ നിന്നാണോ അത് വരുന്നത്, അതോ ഈ വിഷയങ്ങളെ അനുഭവിക്കുന്ന ആളുമൊക്കെ അകത്ത് തന്നെയാണോ? ഇത് വേദാന്തത്തിൻ്റെ ഒരു വിഷയമാണ്. വാസ്തവത്തിൽ നോക്കിയാൽ വേദാന്തം മാത്രമല്ല, ഇന്ന് ആധുനിക ശാസ്ത്രവും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പുറത്ത് നമ്മൾ കാണുന്നു എന്ന് നമുക്ക് തോന്നുന്നതൊന്നും പുറത്തല്ല. വാസ്തവത്തിൽ എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഈ മസ്തിഷ്കം, ഈ ബ്രെയിനാണ് എല്ലാം സൃഷ്ടിക്കുന്നത്. അതിനപ്പുറമായിട്ടൊന്നുമില്ല. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കാമക്രോധാദികളും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സുഖവും ആനന്ദവും പ്രത്യേക സന്ദർഭങ്ങളിൽ, പ്രത്യേക നിമിത്തങ്ങളിലൂടെ അത് പുറത്ത് പ്രവഹിക്കുന്നു, പുറത്ത് കാണപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം. അതെങ്ങനെ മനസ്സിലാകുന്നു എന്ന് ചോദിച്ചാൽ, ഈ വിഷയങ്ങളൊക്കെ ഇല്ലാതാകുന്ന ഒരു സ്ഥിതി ഉണ്ടെന്ന് വയ്ക്കാം. ഒരു വിഷയവും ഇല്ല. അപ്പൊ ശേഷിക്കുന്നത് എന്തായിരിക്കും? ആനന്ദമായിരിക്കും. ആനന്ദമായിരിക്കണമല്ലോ. അങ്ങനെയാണോ? ഒരു വിഷയവും ഇല്ല, നമ്മുടെ അടുത്ത് ഒന്നുമില്ല. അനന്തം സുഖമാപ്നോതി യസ്തു വിദ്വാൻ അകിഞ്ചനഃ എന്ന് ശ്രീമദ് ഭാഗവതം തന്നെ ഏകാദശ സ്കന്ധത്തിൽ പറയുന്നുണ്ട്, അവധൂത ഉപാഖ്യാനത്തിൽ. അനന്തം സുഖമാപ്നോതി യസ്തു വിദ്വാൻ അകിഞ്ചനഃ.
എല്ലാം ത്യജിച്ചവൻ ആ അനന്ത സുഖത്തെ പ്രാപിക്കുന്നു. ത്യാഗാത് ശാന്തിരനന്തരം ത്യാഗേനേകേ അമൃതത്വമാനശ്രുഹോ. അപ്പൊ നമുക്ക് ഇതൊക്കെ ത്യജിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു വിശേഷമുണ്ടല്ലോ. എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, അപ്പൊ ഇതൊക്കെ ത്യജിച്ചാൽ മാത്രമേ നമുക്ക് സുഖമുണ്ടാവുള്ളൂ. അങ്ങനെയാണ് സുഖം, എന്നാ പിന്നെ അത് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഭഗവാന്റെ കരുണ കൊണ്ട് ഈ സൃഷ്ടി ഉണ്ടാക്കിയപ്പോൾ തന്നെ ഈ രഹസ്യങ്ങളൊക്കെ ഓരോരോ ജീവിതത്തിലെ ഓരോരോ അനുഭവങ്ങളിലൂടെ നമ്മോട് പറയുന്നുണ്ട്, നമ്മെ സൂചിപ്പിക്കുന്നുണ്ട്. സുഷുപ്തി അവസ്ഥയിൽ ഗാഠനിദ്രയിൽ കിടന്നുറങ്ങുമ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളോടൊപ്പം? ഇല്ല, ഒന്നുമില്ല. ശരീരമില്ല, മനസ്സില്ല, ധനസമ്പാദ്യങ്ങളൊക്കെ വെളിയിലായി. താൻ ആരാണെന്ന് പോലും അറിയില്ല, മനുഷ്യനാണെന്ന കാര്യവും ഓർമ്മയില്ല. പുരുഷനാണോ സ്ത്രീയാണോ ആരാണ് എന്താണെന്നുള്ള ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്ന അവസ്ഥ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശാന്തതയും ആനന്ദവും അനുഭവിക്കുന്നത് എപ്പോഴാണ്? ആ അവസ്ഥയിലാണ്. ഇതെന്താ നമ്മൾ മറന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? ബാക്കി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, കാരണം നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഈ പൈസ സമ്പാദിച്ചത് കൊണ്ടാണ് എനിക്ക് ഉറക്കം വന്നത്, ഭക്ഷണം നന്നായിട്ട് കഴിച്ചത് കൊണ്ടാണ് ഉറക്കം വന്നത്, നല്ല കിടക്കയുള്ളത് കൊണ്ടാണ് ഉറക്കം വന്നത്, AC ഉള്ളത് കൊണ്ടാണ് ഉറക്കം വന്നത്. ഇങ്ങനെ ഉറക്കം വരുന്നതിന് ഈ പറഞ്ഞ കാരണങ്ങളൊക്കെയാണ് നമ്മൾ കാണുക. വാസ്തവത്തില് ഉറക്കം ഇതൊന്നും കൊണ്ടല്ല വരുന്നത്. നല്ല ഉറക്കം വന്നാൽ ഇതൊന്നും നമുക്ക് ബാധകമല്ല, അല്ലേ? എവിടെ വേണോ കിടന്നുറങ്ങാം. ഇപ്പോൾ പലരും ഇവിടെ ഇരുന്ന് തന്നെ ഉറങ്ങുന്നുണ്ടല്ലോ, കിടക്കണമൊന്നുമില്ല ഉറങ്ങാനായിട്ട്. അപ്പോ ഉറക്കത്തിന് ഇതൊന്നും ബാധകമല്ല. പലപ്പോഴും ആൾക്കാർ പറയും ശബ്ദം കേട്ടാൽ ഉറക്കം വരില്ല എന്ന്. എന്നാൽ ഇത്തരം വേദികളിലൊക്കെ ഇത്രയും ഉച്ചത്തിൽ ഉച്ചഭാഷണികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആൾക്കാർ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയായി ശബ്ദം കേട്ടാൽ ഉറക്കം വരില്ല എന്ന് പറയാം? അതിനർത്ഥം ഉറക്കം വരുന്നൊരവസ്ഥയിൽ, ആ അവസ്ഥയിൽ എത്തിയാൽ അവിടെ ബാഹ്യമായിട്ടുള്ള ഒന്നും തന്നെ ബാധകമല്ല. കിടക്കൊക്കെ വെറുതെയാണ് നമ്മൾ പൈസ ചെലവാക്കുന്നത് കിടക്കൊക്കെ വേണ്ടിയിട്ട്. വാസ്തവത്തില് കിടക്കയ്ക്ക് അവിടെ വലിയ റോളൊന്നുമില്ല. കാരണം കടന്നു കഴിഞ്ഞാൽ പിന്നെ കിടക്കയെക്കുറിച്ച് ഓർക്കുന്നില്ലല്ലോ. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏത് കിടക്കയാണ് ഓർക്കുന്നത്? ഉണരുമ്പോഴാണ് ഓർക്കുന്നത് ഈ കിടക്കയിലാണ് കിടന്നത്, ഞാനിപ്പോൾ 15,000 രൂപ കൊടുത്ത് വാങ്ങി വന്ന കിടക്കയിലാണ് ഉറങ്ങിയെന്ന് അപ്പോഴാണ് തോന്നുക. അപ്പോൾ ആ ഒരു ആനന്ദം, നമ്മുടെ സ്വരൂപത്തിലുള്ള ആനന്ദം, അത് നിരപേക്ഷ ആനന്ദമാണ്. ആ ആനന്ദത്തെ പുറത്തു കൊണ്ടുവരാൻ, അതിനെ വീണ്ടും വീണ്ടും അനുഭവിക്കാനാണ് നമ്മൾ വിഷയങ്ങളിലേക്ക് സംബന്ധിക്കുന്നത്, നമ്മൾ ഉത്സവങ്ങൾ ചെയ്യുന്നത്, നമ്മൾ സത്സംഗങ്ങൾ കേൾക്കുന്നത്, സാധന അനുഷ്ഠിക്കുന്നത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ ഉള്ളിൽ നിഹിതമായിരിക്കുന്ന ആനന്ദത്തെ വീണ്ടും വീണ്ടും തൊട്ടറിയാനാണ്. അതിങ്ങനെ നിരന്തരം അറിയാൻ കഴിഞ്ഞാൽ നമ്മൾ അതിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആൾക്കാർക്ക് തമാശകളൊക്കെ കേൾക്കുന്നത് ഇഷ്ടമാണ്. തമാശയിൽ നിന്ന് ഒരർത്ഥം ഉണ്ടാവില്ല, പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് ആനന്ദം ഉള്ളിൽ നിന്നുണ്ടാവുന്നുണ്ട്, നമുക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ട്, നമ്മുടെ മനസ്സ് റിലാക്സ് ആവുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മറന്നു പോകുന്നുണ്ട്, ശരീരവേദന മറക്കുന്നു, മനസ്സിൻ്റെ വേദന മറക്കുന്നു. അപ്പോൾ അങ്ങനെ മറക്കുന്നത് കൊണ്ടാണ് ആ ഒരു നിമിഷത്തിന് വേണ്ടി തമാശ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. അതാണ് ഈ രസത്തിൻ്റെ പ്രത്യേകത. ഈ രസമാണ് ഇവിടെ രാസാധ്യായിയിൽ പറയപ്പെടുന്നത്. ഇനി അതെങ്ങനെയാണ് പറയപ്പെടുന്നത്? ഈ രാസാധ്യായി എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു ലീലയാണ്. ആ ലീല ചെയ്യാൻ ഭഗവാൻ തന്നെ അവിടെ പല രൂപങ്ങളിൽ പ്രകടമായി ഗോപികളുടെ ഭാവത്തെയും അതുപോലെ കൊണ്ടുവന്ന് ഗോപികളെ അവിടെ നിമിത്തമാക്കി ആ ലീല ആടുകയാണ്. അത് നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഭാഗവതത്തിലെ ഒരു
ശ്ലോകത്തിലെ 10ാമത്തെ സ്കന്ധത്തിലെ 29ാമത്തെ അധ്യായത്തിലെ 15ാമത്തെ ശ്ലോകം, അവിടെ ഷഡ് സാധനകളെ കുറിച്ച് പറയുന്നുണ്ട്. 6 തരം സാധനകൾ. എന്തൊക്കെയാണത്? കാമം, ക്രോധം, ഭയം, സ്നേഹം, ഐക്യം, സൗഹാർദ്ദമേവച്ച നിത്യം ഹരോ നിദധോ യാന്തി തന്മയതാം ഹി തേ. അപ്പൊ 29ാമത്തെ അധ്യായം പഞ്ചാധ്യായയുടെ ആദ്യത്തെ അധ്യായമാണ്. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ചെറിയ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും, അപ്പൊ അത് ശ്രദ്ധിക്കുക. ഈ 29ാമത്തെ അധ്യായത്തിൽ എന്താ പറയുന്നത്? കാമം കൊണ്ടും ക്രോധം കൊണ്ടും ഭയം കൊണ്ടും സ്നേഹം കൊണ്ടും ഐക്യം കൊണ്ടും സൗഹാർദ്ദം കൊണ്ടും ഭഗവാന്റെ സ്വരൂപത്തെ പ്രാപിക്കാം, ഭഗവാനുമായി തന്മയതയെ പ്രാപിക്കാം എന്ന് പറയുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്നത് കാമക്രോധ ലോഭാദികളൊക്കെ ത്യജിക്കണം, അല്ലേ? മുഴുവൻ സത്സംഗം സപ്താഹം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാകുന്നത് കാമക്രോധാദികളൊന്നും പാടില്ല എന്നാണ് മനസ്സിലാക്കുക. എന്നാൽ ഇവിടെ ഭഗവാൻ പറയുന്നത് ഈ കാമക്രോധ ലോഭാദികൾ കൊണ്ടും ഈ ഭാവങ്ങൾ കൊണ്ടും ഭഗവാനെ പ്രാപിക്കുന്ന ഒരു രീതിയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഭഗവാൻ വേദവ്യാസന്റെ ഒരു രീതിയാണിത്. അദ്ദേഹം വളരെ വിസ്തരിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ രഹസ്യമായിട്ടുള്ള വാക്യങ്ങൾ സൂത്രഭാഷയിൽ എഴുതും. ഭഗവാൻ വേദവ്യാസന്റെ ശൈലിയെക്കുറിച്ച് ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികൾ അദ്ദേഹത്തിൻ്റെ ഭാഷ്യത്തിൽ പറയുന്നത് സംക്ഷിപ്ത വിസ്തരാഭ്യാം, സംക്ഷേപ വിസ്തരങ്ങളാണ് ഭഗവാൻ വേദവ്യാസന്റെ ശൈലി എന്നാണ് പറയുന്നത്. അതായത് ചിലതൊക്കെ വളരെ വിസ്തരിച്ച് പറയും, അതിൻ്റെ സാരം സംക്ഷേപത്തിൽ അതിനിടയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. അത് നമ്മൾ കണ്ടെത്തണം, എന്താണ് അതിൻ്റെ സാരം പറയുന്നത്, എന്തിനെയാണ് ഈ വിസ്തരിച്ചത്. അല്ലെങ്കിൽ ആദ്യം സംക്ഷേപം പറയും, പിന്നെ അതിനെ വിസ്തരിച്ചു കൊണ്ടുപോകും. അപ്പൊ സംക്ഷേപ വിസ്തരാഭ്യാം എന്നുള്ള ശൈലിയാണ് ഭഗവാൻ വേദവ്യാസൻ അദ്ദേഹത്തിൻ്റെ രചനകളിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാമക്രോധ ഭയ സ്നേഹ ഐക്യ സൗഹാർദ്ദം എന്ന ഷഡ് സാധനകളെ എങ്ങനെ കണ്ടെത്താം എന്ന് ചോദിച്ചാൽ അതിന് വ്യാഖ്യാനങ്ങൾ അനേകമുണ്ട്. അതിൽ വളരെ സരളമായിട്ട് ശ്രീ വല്ലഭാചാര്യരുടെ സുബോധിനി എന്ന വ്യാഖ്യാനത്തിൽ അദ്ദേഹം ഓരോന്നിനും ഓരോ ഉദാഹരണം പറയുന്നുണ്ട്. ആ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ബാക്കി കഥകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ അതിൽ കാമത്തെക്കുറിച്ച് പറയുമ്പോൾ, കാമം എന്ന് പറയുന്നത് ശൃംഗാരരസപൂർണമായിട്ട് പറയുമ്പോൾ ശൃംഗാരരസമാണ്. ശൃംഗാരരസത്തെക്കുറിച്ച് അറിയാം എല്ലാവർക്കും. ആ ശൃംഗാരരസത്തിൻ്റെ ഭാവത്തെയാണ് ഇവിടെ കാമം എന്ന് ഉദ്ദേശിക്കുന്നത്. കാമം എന്നതിന് ഇച്ഛ എന്നും ആഗ്രഹമെന്നും അർത്ഥമുണ്ട്. അപ്പം അതിന് അവിടെ കാണുന്ന ആ സാധന ആരാണ് ചെയ്തത്, അതെങ്ങനെയാണ് ആ സാധന ഉണ്ടായത്. സാധന എന്ന് പറയുമ്പോൾ അതിൽ വൈരാഗ്യാദികളൊക്കെ ഉണ്ടാകണം. അത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കും. ആ കാമത്തിൽ നിന്നുകൊണ്ട് തന്നെ ഗോപികമാര്, വ്രജഗോപികമാര് എങ്ങനെയാണ് വൈരാഗ്യഭാവത്തെ പ്രാപിച്ചത്, അവർക്ക് എങ്ങനെയാണ് ഭഗവാന്റെ ദർശനം ഉണ്ടായത്. അപ്പം അതിന് വല്ലഭാചാര്യ സ്വാമിജികള് കാമത്തിന് പറയുന്ന ആ ഉദാഹരണമായിട്ട് ഗോപികമാരുടെ ഉദാഹരണം പറയുന്നു. ക്രോധത്തിന് പറയുമ്പോൾ ക്രോധം കൊണ്ട് ഭഗവത് ഭാവത്തെ പ്രാപിച്ചവര്, കംസന്റെ ഉദാഹരണം നമുക്കറിയാം, ശത്രുഭാവത്തില്. ശിശുപാലന്റെ ഉദാഹരണമുണ്ട്, ശത്രുഭാവത്തില് ഭഗവാന്റെ തന്മയതയെ പ്രാപിച്ചു. ഇപ്പോൾ കംസനെ വർണ്ണിക്കുന്ന ദശമാസ്കന്ധത്തിലെ പൂർവാധ്യായങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഭഗവാന്റെ ജന്മത്തിന് മുമ്പ് ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചിരുന്ന ഹംസന് ആ കംസൻ 4 വശങ്ങളിലും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ തന്മയ ജഗത്ത്, ഭഗവത്മയമായി ജഗത്തിനെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ക്രോധം കൊണ്ട്, ഭയം കൊണ്ട് ഭഗവാനെ ഭയക്കുന്നതായിട്ടുള്ള
ഭയം കൊണ്ട് എല്ലാവർക്കും ഉണ്ട്. അതായത് പാപികളായിട്ടുള്ളവർ, വന്ധ്യരായിട്ടുള്ളവർ, അങ്ങനെയുള്ളവരൊക്കെ ഭയം കൊണ്ടാണ് ഭഗവത് സാക്ഷാത്കാരത്തെ പ്രാപിച്ചത്. അപ്പോൾ ആ ഭയം കൊണ്ട് പ്രാപിക്കുന്നു എന്നർത്ഥം. ഭയം കൊണ്ട് നിരന്തരം ചിന്തിച്ചിരിക്കുന്നു. അതുപോലെ സ്നേഹം കൊണ്ട് ഭഗവാന്റെ സംബന്ധികളായിട്ടുള്ളവർ, ബന്ധുക്കളായിട്ടുള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെ സ്നേഹം കൊണ്ടാണ് ഭഗവത് സാക്ഷാത്കാരം സാന്നിധ്യം ഉണ്ടാകുന്നത്. ഐക്യം കൊണ്ട് ജ്ഞാനീ ഭക്തര്, ജ്ഞാനീതു ആത്മൈവ മേമതം എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ ഐക്യഭാവത്തെ, അദ്വൈത ഭാവത്തെ പ്രാപിക്കുന്ന ജ്ഞാനികൾ, അതിലൂടെ ഭഗവാന്റെ തന്മയതയെ പ്രാപിക്കുന്നു. സൗഹാർദ്ദം കൊണ്ട് അർജുനാദി ഭക്തന്മാർ അവരെ സുഹൃത്തുക്കളായിരുന്നു. സുഹൃത് ഭാവത്തില് ഭഗവത് സാക്ഷാത്കാരവും സാന്നിധ്യവും പ്രാപിച്ചതാണ്. അപ്പൊ അങ്ങനെ ഈ 6 സാധനകൾ പറഞ്ഞതില് ഭഗവത് രൂപത്തെ പ്രാപിക്കാൻ, സാക്ഷാത്കരിക്കാൻ ഈ 6 സാധനകളും ഭക്തിയായിട്ട് തന്നെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഭജനം എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഭഗവത് സാക്ഷാത്കാരത്തിന് ഇതൊക്കെ വന്നു എന്ന് ശ്രീമദ് ഭാഗവതത്തിലും പുരാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഇതാണ് സനാതനധർമ്മത്തിൻ്റെ ഒരു അദ്ഭുതമായിട്ടുള്ള സാധനാക്രമം. ഇത് നമുക്ക് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ക്രോധത്തിലൂടെയൊക്കെ ഒരാളെ സാക്ഷാത്കരിച്ചു എന്ന് നമ്മുടെ പുരാണങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ സനാതനധർമ്മത്തിനും അല്ലാതെ വേറെ ആർക്കും, വേറെ ഒരു ധർമ്മത്തിനും അത് പറയാൻ പറ്റില്ല. അപ്പോൾ വിരോധം കൊണ്ടും നിരന്തരം ചിന്തിച്ചിരുന്നാൽ ആ ചിന്തയിലൂടെ തന്മയതയെ പ്രാപിക്കും എന്നാണ് പറയുന്നത്. ഇനി സമയം നമുക്ക് ഉള്ള സമയത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിൻ്റെ മുഖ്യമായ ചില അംശങ്ങൾ കൂടി പറയാം. അപ്പോൾ ഈ ഭാവത്തിൽ നിന്നുകൊണ്ടാണ് രാസപഞ്ചാധ്യായെ കാണേണ്ടത് എന്ന് മനസ്സിലാക്കിയാൽ ഇനി അതിൽ പറയുന്ന ശബ്ദങ്ങൾ നോക്കുക. ഞാൻ പറഞ്ഞുവല്ലോ, ചില രഹസ്യമായ ശബ്ദങ്ങൾ, സൂക്ഷ്മമായ ശബ്ദങ്ങൾ അതിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അതിലൂടെ രാസപഞ്ചാധ്യായെ കാണണമെന്ന്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് പറയേണ്ടത് അവസാനത്തെ അധ്യായത്തിൽ, രാസപഞ്ചാധ്യായിയുടെ അവസാനത്തെ അധ്യായത്തിൽ, അതായത് 10ാം സ്കന്ധത്തിലെ 33ാമത്തെ പൂർവാർദ്ധത്തിൽ 33ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ ആ ശ്ലോകം പറയുന്നത്, അതിൽ ഈ രഹസ്യം സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ്? വിക്രീഡിതം വ്രജവധൂഭിരിതം ച വിഷ്ണോ ശ്രദ്ധാന്വിതോനുശൃണുയാദധവർണ്ണയേദ്യഃ ഭക്തിം പരാം ഭഗവതി പ്രതിലഭ്യ കാമം ഹൃദ്രോഗമാശ്വപഹിനോത്യചിരേണ ധീരഃ ഹൃദ്രോഗമാശ്വപഹിനോത്യചിരേണ ധീരഃ. ഇങ്ങനെ പറഞ്ഞാണ് ഈ 33ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. ഈ 33ാമത്തെ അധ്യായത്തിലാണ് ഗോപികാഗീതം വരുന്നത്. എന്താ പറയുന്നത് നോക്കൂ. വിക്രീഡനം വ്രജവധൂഭിരിതം ച വിഷ്ണോഹോ. ഭഗവാൻ വിഷ്ണുവിൻ്റെ വ്രജശ്രീകളുമായിട്ടുള്ള ഈ ലീല, ഈ വിക്രീഡിതം, ഈ ക്രീഡ ആരാണോ ശ്രദ്ധയോടുകൂടി അനുശൃണുയാത് കേൾക്കുന്നത്, ഭക്തിം പരാം ഭഗവതി പ്രതിലഭ്യ, ഭഗവാനോട് ദ്വേഷം തോന്നുമെന്നോ അല്ലെങ്കിൽ ഭഗവാനിൽ അവഗുണങ്ങൾ കാണുമെന്നോ പരസ്ത്രീകളുമായിട്ട് രമിക്കുന്നവനായിട്ട് ഭഗവാനെ കാണുമെന്നോ കാമമുണ്ടാകുമെന്നോ ഒന്നുമല്ല പറഞ്ഞത്. എന്താ പറയണത്? ഭക്തിം പരാം ഭഗവതി, ഭഗവാനിൽ പരാഭക്തി ഉണ്ടാകുമെന്നാ പറഞ്ഞു. അപ്പൊ ഈ പരാഭക്തി ഉണ്ടാകാൻ വേണ്ടി പറയപ്പെട്ട കഥ കേൾക്കുമ്പോൾ പരാഭക്തി ഉണ്ടാകാതെ വേറെ പലതും ഉണ്ടായാൽ എന്താ വിചാരിക്കേണ്ടത്? അത് ശരിക്ക് കേട്ടിട്ടില്ല, അത് മനസ്സിലാക്കിയില്ല എന്നല്ലേ വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ പ്രയോജനമായിട്ട് പറയുന്നത്, നമ്മുടെ ശാസ്ത്രത്തിലൊരു രീതിയുണ്ട്. എത്ര വലിയ പ്രകരണത്തെയും, എത്ര വിമർശാത്മകമായ പ്രകരണത്തെയും അതിൻ്റെ സാരം നോക്കാനായിട്ട് ഷഡ്ലിംഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ ചില ക്രമങ്ങളുണ്ട്.
ഉപക്രമം, ഉപസംഹാരം, അഭ്യാസം, അപൂർവത, ഫലം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത് വച്ച് നോക്കണമെന്നാണ്. തുടക്കത്തിൽ എന്ത് പറഞ്ഞു തുടങ്ങി, അവസാനം എന്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, അതിൻ്റെ മധ്യത്തിൽ അതിനെ എങ്ങനെയാണ് വിസ്തരിക്കുന്നത്, ഇതെല്ലാം ചേർത്ത് ചെയ്യാൻ പോയ യുവതികളൊക്കെ പരസ്ത്രീകളാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഭാര്യമാരാണ്. ഇന്നത്തെ കാലത്തും അങ്ങനെ ചിന്തിക്കുക പോലും തെറ്റായിട്ടാണ് നമ്മുടെ സമൂഹം കണക്കാക്കുന്നത്. അപ്പൊ ആ നിലയ്ക്ക് ഭഗവാൻ അത് ചെയ്യാൻ പാടുണ്ടോ? വാസ്തവത്തിൽ ഭഗവാൻ ഇതിന് ഒരു റോളും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിലെ രസകരമായ ഭാഗങ്ങൾ നോക്കിയാൽ ഭഗവാൻ ഇതിൽ ഒരു റോളും ഇല്ല. ഇത് മുഴുവൻ സംഭവിച്ചത് ഗോപികാമാരിലാണ്. ഗോപികാമാരുടെ ഭാവമാണ് അവിടെ ആ രാസലീല എന്ന് പറയുന്നത്. അല്ലാതെ ഭഗവാന്റെ ഒരു റോളല്ലാതെ. അതിന് ചില ഭാവങ്ങൾ നമുക്ക് നോക്കാം, ചില വാക്യങ്ങൾ നോക്കാം. അതിൽ 29-ാമത്തെ അധ്യായത്തിൽ 42-ാമത്തെ ശ്ലോകത്തിൽ ആത്മാരാമോപി അരീരമത, അവിടെ ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട്. ഭഗവാൻ വാസ്തവത്തിൽ ആത്മാരാമനാണ്. ഭഗവാൻ ആരോട് രമിക്കേണ്ട ആവശ്യമില്ല. രേമേ തയാ ചാത്മരത ആത്മാരാമോപി അഖണ്ഡിതഃ എന്ന് തുടർന്ന് 30-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും രേമേ തയാ ചാത്മ, ആ യുവതിയുമായിട്ട് ഭഗവാൻ രമിച്ചു. എന്തിന്? ആത്മരതഃ സൻ, ആത്മരതനായിക്കൊണ്ട് തന്നെ, ആത്മാരാമഃ തന്നിൽ തന്നെ രമിക്കുന്നവനായിട്ട്, അഖണ്ഡിതഃ, അവിടെ ഒരു പദം പ്രയോഗിക്കുന്നുണ്ട്, അഖണ്ഡ ബ്രഹ്മചാരിയായിരുന്നു കൊണ്ട് തന്നെ അങ്ങനെ രമിച്ചു എന്നാണ്. അവിടെ അഖണ്ഡിതഃ ശബ്ദത്തിന്, അഖണ്ഡിതഃ എന്ന ശബ്ദത്തിന് അർത്ഥം ശ്രീധര സ്വാമിജികൾ പറയുന്നുണ്ട്, സ്ത്രീ വിഭ്രമായി അനാകൃഷ്ട, അതായത് അഷ്ടവിധ മൈഥുനങ്ങൾ ത്യജിച്ച് പൂർണ്ണ ബ്രഹ്മചാരിയായിട്ട്, അഖണ്ഡ ബ്രഹ്മചാരിയായിട്ടിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് ഈ വ്രജശ്രീവിധികളോട് രമിച്ചത് എന്ന്. അതെങ്ങനെയാ സാധ്യമാവുക? ഭഗവാന്റെ പക്ഷത്തു നിന്ന് അതെങ്ങനെയാ സാധ്യമാവുക? അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇതിനെക്കുറിച്ച് ഇനിയും ആ ഭാഗത്തിൽ വായിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. സമയക്കുറവ് കൊണ്ട് അത് വളരെ വിസ്തരിച്ച് ഞാൻ പോകുന്നില്ല. ഈ അതിലേക്കുള്ളൊരു പാത, അത് ഏത് ട്രാക്കിലൂടെ പോകണം എന്നൊരു ദിഗ്ദർശനം മാത്രമാണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തുടർന്ന് എപ്പോഴെങ്കിലും നമുക്ക് അവസരം കിട്ടുമ്പോൾ നമുക്കത് ചിന്തിക്കാം. അതുപോലെ ഇനി വരുന്ന അടുത്ത മാസവും ഇവിടെ 3 ദിവസത്തെ ഒരു വിചാരസത്രം സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ നമുക്കത് വിശദീകരിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് പറയുന്നത്, ഈ ആത്മാരാമഃ എന്നുള്ള ശബ്ദം ഈ ഭാഗത്ത് 8 or 9 തവണ ആവർത്തിച്ചിട്ടുണ്ട് ഈ രാസപഞ്ചാധ്യായിയിൽ. അപ്പം ആ ശബ്ദത്തിൽ നിന്ന് സാധാരണ ഒരു ബുദ്ധിമാൻ, ഒരു വിദ്വാൻ, ഒരു പണ്ഡിതൻ അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ അയാൾക്ക് മനസ്സിലാകും ഇത് വ്യാസഭഗവാൻ വേറെന്തോ പറയാൻ ഉദ്ദേശിച്ചിട്ട് ഇങ്ങനൊരു കഥ ഉണ്ടാക്കിയിരിക്കുന്നതാണെന്ന്. അതുകൊണ്ടാണ് ആത്മാരാമ ശബ്ദം വീണ്ടും വീണ്ടും അവിടെ ആവർത്തിക്കുന്നത്. അത് 29-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞതുപോലെ തന്നെ 30-ാമത്തെ അധ്യായത്തിലും രേമേസ ഭഗവാൻ സ്ഥാഭിരാത്മാരാമോപി ലീലയാ യോഗമായ സമാശ്രിതഃ, യോഗമായയെ ആശ്രയിച്ചുകൊണ്ട്, ലീലയെ ആശ്രയിച്ചുകൊണ്ട്. അപ്പോൾ യോഗമായ എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, അവിടെ ശരിക്കും ആ യോഗമായയെക്കുറിച്ച് പറയണമെങ്കിൽ സാങ്ക്യ സിദ്ധാന്തം, വേദാന്ത സിദ്ധാന്തം, മായ എന്താണ്, ഇതെല്ലാം പറയണം. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് വാസ്തവത്തിൽ സംഭവിച്ചതേ അല്ല. ഇത് ഗോപിമാരുടെ ഭാവനയിൽ, അവരുടെ ഭാവനയിൽ ഉണർന്നു വന്ന ഒരു രസാസ്വാദനമാണ്. ഭഗവാനോട് ഒപ്പം നടന്ന, ആ ഭഗവാന്റെ ഭാവനയിൽ നടന്ന ഒരു രസാസ്വാദനമാണ്. കാരണം യോഗമായ എന്ന് പറയുന്നത്, യോഗം എന്ന ശബ്ദത്തിന് അർത്ഥം ത്രിഗുണങ്ങൾ എന്നാണ്. ത്രിഗുണത്തെയാണ് അവിടെ യോഗം എന്ന് പറയുന്നത്. അപ്പൊ ത്രിഗുണാത്മികമായ മായ സൃഷ്ടിക്കുന്നതെല്ലാം സ്വപ്നവതാണ്. ഇന്ന് രാവിലെ സ്വപ്നവത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു, കേട്ടു.
സ്വപ്നം പോലെയാണ്. അപ്പം സ്വപ്നത്തിൽ നടന്ന കാര്യങ്ങൾ നമ്മുടെ ഗുരുക്കന്മാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വ്യക്തമായിട്ട് പറയാറുള്ളത്, അവിടെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്, ഈ സംഭവിച്ചത് മുഴുവൻ സ്വപ്ന കാര്യങ്ങളാണ്, സ്വപ്നത്തിലാണെന്നാണ്. കാരണം എന്താണ്? ശരദ് ഋതുവിൽ പൂർണിമ ദിവസമാണ് ഇത് സംഭവിച്ചത് എന്നാണല്ലോ അവിടെ കഥ പറയുന്നത്. പൂർണിമയ്ക്ക് അർദ്ധരാത്രി, ശരദ് ഋതുവിൽ അർദ്ധരാത്രി, പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ശരദ് ഋതുവിൽ ആണ് അത് സംഭവിച്ചത്, അർദ്ധരാത്രിയാണ്. പക്ഷെ അവിടുത്തെ വർണ്ണനയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അർദ്ധരാത്രിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല അവിടെ സംഭവിച്ചത്. അതിൽ തന്നെ സ്പഷ്ടമായ വൈരുദ്ധ്യമുണ്ട്. അതിലാണ് ആ നാടകീയത മുഴുവൻ നിൽക്കുന്നത്. എന്താണ്? അവിടെ ഗോപിമാര് പശുവിനെ കറന്നുകൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്, അല്ലേ? പശുവിനെ കറന്നുകൊണ്ടിരുന്നു, എന്നിട്ട് കറക്കുന്ന പാത്രവും പാലും ഒക്കെ അവിടെ ഉപേക്ഷിച്ച് ഭഗവാനോടുകൂടി നൃത്തം ചെയ്യാൻ പോയി. ഇന്ന് രാത്രി 12 മണിക്ക് എവിടെയാ പശുവിനെ കറക്കുന്നത്? പശുവിനെ കറക്കുക എന്നുള്ള കഥ അവിടെ സംഭവമല്ല. പിന്നെ അതിനോടൊപ്പം തുടർന്ന് പറയുന്ന, അവിടെ തന്നെ പറയുന്നത്, പാല് അടുപ്പിൽ വച്ചു, പാല് തിളക്കുകയായിരുന്നു, ആ സമയത്ത് അത് വിട്ടിട്ട് പോയി, പാല് തിളച്ച് തീയിൽ പോയി എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ രാത്രി 12 മണിക്ക് അല്ലെങ്കിൽ രാത്രി ഈ അർദ്ധരാത്രി സംഭവിക്കുന്ന കാര്യമാണോ എന്നുള്ളതാണ്. അതുപോലെ ഭക്ഷണം വിളമ്പുന്ന കാര്യം പറയുന്നുണ്ട്. അവരുടെ ഭർത്താക്കന്മാർക്ക്, അവരുടെ ബന്ധുക്കൾക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മ വന്നു. ഭഗവാന്റെ എന്താ പറയുക, വേണുനാദം കേട്ടു. അതിൽ ആകൃഷ്ടരായി ഭക്ഷണം വിളമ്പുന്നത് പകുതി വെച്ച് ഉപേക്ഷിച്ച് അങ്ങോട്ട് പോയി എന്ന് പറയുന്നുണ്ട്. അതും രാത്രി 12 മണിക്കാണെന്ന് ആലോചിക്കുക. കുട്ടികൾക്ക് അവരെ മുലപ്പാൽ ഊട്ടുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് മുലപ്പാൽ ഊട്ടുന്നതിനെ കുറിച്ചുകൂടെ വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് നോക്കിയാൽ സാധാരണ ഒരു ബുദ്ധിമാൻ കുറച്ചൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും, ഇതെന്തോ പറയുന്നത് വേറൊന്നാണ്, വാസ്തവത്തിൽ അതല്ല. അതാണ് ഇതിലുള്ള നാടകീയത. പക്ഷേ സംഗതി എന്തെന്ന് വെച്ചാൽ പ്രശ്നം പറ്റുന്നത് എന്താന്ന് വെച്ചാൽ, സാധാരണ ഒരാളിത് വായിക്കുമ്പോൾ ഈ പറയുന്ന പാണ്ഡിത്യവും അല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കാതെ വായിക്കുമ്പോൾ ഈ ശൃംഗാര രസം എന്ന് പറയുന്ന രസമുണ്ടല്ലോ, ഇത് രസരാജൻ എന്ന് പറയപ്പെടുന്നു. ഈ ശൃംഗാര രസം രസങ്ങളിൽ രാജനാണെന്ന് പറയാൻ കാരണം, മറ്റേത് രസത്തെക്കാളും ഏറ്റവും കൂടുതൽ ബലമുള്ളത്, അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതിൽ അങ്ങനെ നമ്മൾ പറയണ്ട. പക്ഷേ ഏറ്റവും കൂടുതൽ ബലമുള്ളത് ഈ ശൃംഗാര രസത്തിനാണ്. അത് ഇന്നും അങ്ങനെ തന്നെ. ശൃംഗാര രസം കൊണ്ടാണല്ലോ എല്ലാ കലകളും, അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്നത്തെ നമ്മൾ സാഹിത്യങ്ങളും ഇതൊക്കെ കാണുന്നതൊക്കെ ഈ ശൃംഗാരത്തിൻ്റെ മുകളിലുള്ള കളിയാണ്. അതങ്ങോട്ട് മാറ്റി വെച്ചാൽ ഇതൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭാഗം, ഈ രാസാധ്യായി വായിക്കുന്ന സമയത്ത് സാധാരണ ഒരാളിനെ ആ രസമാണ് ആകർഷിക്കുക. അപ്പൊ അതിൽ ഭഗവാൻ ചെയ്തതും അതിലെ സ്ത്രീകൾ, അവിടെ വ്രജസ്ത്രീകൾ ചെയ്തതുമാണ് നമ്മളെ ആകർഷിക്കുക. അതിനിടയ്ക്കിടയ്ക്ക് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ, ഇതിൻ്റെ സമന്വയം എന്താണെന്ന് ആരും ചിന്തിക്കില്ല. അപ്പൊ അത് തന്നെ എല്ലാവരും പ്രചരിപ്പിക്കും. കാരണം ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് അതാണ്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ ചേർക്കുക. പിന്നെ 33-ാമത്തെ അധ്യായത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച 40-ാമത്തെ ശ്ലോകത്തിന് മുമ്പായിട്ട് 37-ാമത്തെ ശ്ലോകത്തിൽ കൂടി ഒരു സൂത്രം പറയുന്നുണ്ട്. എന്താണ്? അനുഗ്രഹായ ഭൂതാനാം മാനുഷം ദേഹമാസ്ഥിതഃ ഭജതേ താദൃശീ ക്രീഡാ യാ ശ്രുത്വാ തത്പരോ ഭവേത്. ഭഗവാൻ അവതാരമെടുത്തത് തന്നെ ഭക്തന്മാരിൽ ഭഗവത് ഭക്തി ഉണ്ടാക്കാനായിട്ടാണ്. അപ്പൊ ഭഗവത് ഭക്തി ഉണ്ടായി അവരവരുടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഭഗവത് സേവ ചെയ്ത്, ഭക്തരായി ഭഗവത് സേവ ചെയ്ത് ഭഗവാനിൽ ഒന്നായി ഭഗവാനുമായിട്ട് ഐക്യം പ്രാപിക്കുക, മോക്ഷം പ്രാപിക്കുക, അതിനുള്ള മാർഗം ദർശിക്കുക. ഇതാണ് അവതാര ഉദ്ദേശം. അപ്പൊ അനുഗ്രഹായ ഭൂതാനാം മാനുഷ്യം തനുമാശ്രിത. വാസ്തവത്തിൽ ഭഗവാന് മനുഷ്യ ശരീരമൊന്നുമില്ല, അവതാരമാണ്. അവതാരം എന്ന് പറയുമ്പോൾ തന്നെ ശരീരം എടുത്തു വന്നു എന്നുള്ള അർത്ഥത്തിലാണ്. എന്നിട്ട് ശരീരം എടുത്തു വന്നിട്ട് എന്താ അങ്ങനെ ശരീരം എടുത്തു വന്ന് ചെയ്യുക? ഭജതേ താദൃശീ ക്രീഡ. ഭഗവാൻ വന്ന് ലീലയാടുമ്പോ
നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഭക്തന്മാർക്ക് ഇഷ്ടപ്പെടുന്ന ഭക്തന്മാരെ ഭഗവാനിലേക്ക് ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലീലകളാണ് ആടുക. അപ്പൊ അതുകൊണ്ട് ബാലലീലകളുണ്ട്. അപ്പൊ ബാലലീലകൾ കേൾക്കുമ്പോൾ അമ്മമാർ ആകർഷിക്കപ്പെടും. അപ്പൊ യുവാക്കളെ ആകർഷിക്കുന്ന ലീലകളുണ്ട്. ഇപ്പൊ രാസലീല പോലുള്ള ലീലകൾ സാധാരണ രീതിയിൽ നമ്മൾ പറയുമ്പോൾ, അതുപോലുള്ള ക്ഷത്രിയരെ ആകർഷിക്കുന്നത്, വൈശ്യരെ ആകർഷിക്കുന്നത്, ബ്രാഹ്മണരെ ആകർഷിക്കുന്നത്, ഇങ്ങനെ എല്ലാ വർഗത്തിൽപ്പെട്ടവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള പല പല ലീലകൾ ഭഗവാൻ ആടുന്നു. അതിന് കാരണം എന്താണ്? ആ ലീലകളൊക്കെ കേട്ട് കണ്ട് ഭഗവാനിൽ ആകൃഷ്ടരാവുക, അതാണ് ഉദ്ദേശം. ശ്രുത്വാ തത്പരോ ഭവേത് വ്യക്തമായി പറയുന്നുണ്ട്. ഈ ലീലകളൊക്കെ കേട്ട് ഭഗവാനിലേക്ക് പോവുക, ഭഗവാന് തന്മയതയെ പ്രാപിക്കുക, അതാണ് ഭക്തിം പരാം ഭഗവതി പ്രതിലഭ്യ എന്ന് അവസാന ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പൊ ഇതാണ് അതിൻ്റെ താത്വികം. അപ്പൊ നമ്മുടെ ഈ സത്രത്തില് തത്വസമീക്ഷ ചെയ്യുക, എന്താണ് ഈ കഥകളുടെ സാരമെന്ന് തിരിച്ചറിഞ്ഞ് തത്വസമീക്ഷ ചെയ്യുക. അപ്പോൾ ശൃംഗാരരസത്തിൽ അവിടെ സ്ത്രീ പുരുഷൻ എന്നുള്ള രണ്ട് ഭാവം ഉണ്ടെങ്കിലും ഉപനിഷത്തുക്കളും മറ്റ് നമ്മുടെ ഭേദങ്ങളിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സ്ത്രീ പുരുഷ ഭേദം എന്ന് പറയുന്ന രണ്ടായിരിക്കുന്നത് സൃഷ്ടിയുടെ ക്രമത്തിൽ മാത്രമാണ്. വാസ്തവത്തില് രണ്ടും ഒന്ന് തന്നെയാണ്. ഒരു ശരീരം തന്നെയാണ് രണ്ടായി പിളർന്നത്. സഹേതാവാനാസ യഥാ സ്ത്രീ പുമാംസോ സംപരിഷക്തോ സ ഇമമേവ ആത്മാനം ദ്വേധാ അപാദയത് തദസ്പതിശ്ച പത്നിശ്ച ഭവതാം. എത്ര സുന്ദരമായാണ് പറഞ്ഞിരിക്കുന്നത്, എത്ര വ്യക്തമായാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഇത് വേദത്തിലുള്ള ഉപനിഷത്തിലുള്ള വാക്യാണ്. സൃഷ്ടിയുടെ ആദ്യകാലത്ത് സൃഷ്ടികർത്താവ് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താ ചെയ്തത്? ആ ഒരാളുടെ ആകാരം എത്രയായിരുന്നു, വലിപ്പം എത്രയായിരുന്നു പറയാ. അതായത് സ്ത്രീയും പുരുഷനും രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ, അവർ ആശ്ലിഷ്ടരായി നിന്നാൽ എത്രയാണോ ആകാരം വരുന്നത് അത്രയും ആകാരമുള്ളതായിരുന്നു എന്ന് കൽപ്പിക്കുക. പിന്നെന്താ ചെയ്തത്? സ ഇമമേവ ആത്മാനം. അങ്ങനെയുള്ള ആകൃഷ്ടരായിരിക്കുന്ന ആ സ്ത്രീ പുരുഷന്മാരുടെ രണ്ട് ഭാഗത്തെയും രണ്ടായിട്ട് വിഭജിച്ചു. അത് രണ്ട് സ്ഥലത്ത് അവർ ജനിച്ചു. അത് പിന്നെ വിവാഹകാലത്ത് ഒരുമിക്കുന്നു. പിന്നെ അവർ ഒരുമിച്ച് സൃഷ്ടിക്രമങ്ങളും സന്താന ഉത്പത്തിയും ഗൃഹസ്ഥാശ്രമവും ഒക്കെ ചെയ്യുന്നു. അങ്ങനെയാണ് ആ ക്രമം. അപ്പം ആ ഒന്നായിരുന്നത് രണ്ടായി പിളർന്നു എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. അപ്പൊ ദ്വിധാ കൃത്വാത്മനോ ദേഹം അർദ്ധേന പുരുഷോഭവത്ത് എന്ന് മനുസ്മൃതിയിലും ഇത് ആദ്യത്തെ അധ്യായത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഭാവം നമുക്ക് ശാസ്ത്രങ്ങളിൽ കാണാം. അതിനെ തന്നെ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ എന്താ ചെയ്തത്? വ്രജശ്രീകൾ എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ ഭാഗമാണ്. ഭഗവാൻ പുരുഷഭാവത്തിലാണെങ്കിൽ വ്രജശ്രീകള് സ്ത്രീഭാവത്തിലാണ്. പിന്നെ തുടർന്ന് വരുന്ന വർണ്ണനകൾ കേട്ടാൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടത്, വൈരാഗ്യാദി ഗുണങ്ങൾ, ആ ഗുണങ്ങളൊക്കെ ഈ വ്രജസ്ത്രീകളിൽ ഉണ്ടായിരുന്നതായിട്ട് കാണാം. അവർ പുണ്യപാപങ്ങളെ ത്യജിക്കുന്നു. എല്ലാ പുണ്യപാപങ്ങളും ത്യജിച്ചാണ് ഭഗവാനെ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ രാസലീലയ്ക്ക് പോകുന്നത്. അതവിടെ വർണ്ണിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൽ തന്നെ ആദ്യത്തെ ഭാഗത്ത് പറയുന്നുണ്ട്. അതുപോലെ മുമുക്ഷുത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മുമുക്ഷുത്വവും വൈരാഗ്യവും ഇത് ഭഗവത് സാക്ഷാത്കാരത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് നമുക്കറിയാം. സാധനാ ചതുഷ്ടയത്തില് മുമുക്ഷുത്വവും വൈരാഗ്യവും ഉണ്ട്. അപ്പോൾ വ്രജശ്രീകളില് അവിടെ മുമുക്ഷുത്വവും വൈരാഗ്യവും ഉണ്ടായി. പ്രാപ്ത ഭജസ്വ ദുരവഗ്രഹമാം തജാസ്മാൻ ദേവോ യഥാധിപുരുഷോ ഭജതേ മുമുക്ഷൂൻ സപതി ഗൃഹകുടുംബം ദീനമുത്സൃജ്യ ദീനാഃ ബഹവഃ ഇഹ വിഹംഗാ ഭിക്ഷുചര്യാം ചരന്തി കുർവന്തി ഹി ത്വൈരതിം കുശലാസ്വാത്മൻ നിത്യപ്രിയേ പതി സുതാദിഭിരാർത്തിദൈക്യം. അവിടെ പറയുന്നത് അവര് വൈരാഗ്യസമ്പന്നരായിരുന്നു. അവിടെ തൻ്റെ ഭർത്താവിനെയും മക്കളെയും അല്ലെങ്കിൽ പശുക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് അവർ ഭഗവാന്റെ അടുത്ത് പോയി എന്ന് ആ കഥ വർണ്ണിക്കുന്നതിൻ്റെ താല്പര്യം എന്തെന്ന് ചോദിച്ചാൽ അതൊക്കെ പരിത്യജിക്കുന്ന വൈരാഗ്യം അവർക്കുണ്ടായിരുന്നു എന്നാണ്
ആ 29-ാമത്തെ അധ്യായത്തിൽ തുടർന്ന ഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ് 10-ാമത്തെ സ്കന്ധത്തിൽ പിന്നെയും തുടർന്നും പറയുന്നുണ്ട്, 32-ലും അങ്ങനെ പറയുന്നുണ്ട്. ഈ പറയുന്ന ശ്ലോകങ്ങളൊക്കെ ആ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. അവരുടെ ഉള്ളിൽ ഉണ്ടായ വൈരാഗ്യത്തെ കഥാരൂപത്തിൽ നാടകീയമായ രീതിയിൽ ഒരു സസ്പെൻസോട് കൂടി രാസലീലയിൽ വർണ്ണിച്ചു. അപ്പോൾ അത് കാണുകയും രാത്രിയാണിതെല്ലാം സംഭവിച്ചതെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ വരിക? അതാണ് നമ്മളെ ഗുരുക്കന്മാർ പറഞ്ഞതിനെ ഞാൻ ഉദ്ധരിച്ച് പറഞ്ഞത്, ഇത് സ്വപ്നവതാണ്, സ്വപ്നം തന്നെയാണെന്ന് കരുതിയേ മതിയാവൂ. അല്ലാത്ത ഒരു രീതിയിലും അവിടെ യുക്തിപരമായിട്ട് ഇതിനെ യോജിപ്പിക്കാൻ പറ്റില്ല. അതുപോലെ അഹന്താഭാവം, അഹങ്കാരഭാവം ത്യജിക്കണമെന്ന് പറയുന്നു. അഹങ്കാരഭാവം ത്യജിച്ചാൽ മാത്രമേ ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാകൂ എന്ന് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. അവിടെ ആത്മാനം മേനിരേ സ്ത്രീണാം മാനിന്യോഭ്യധികം ഭുവി താസാം തു സൗഭാഗ്യമപദം വീക്ഷ്യമാനം ച കേശവഃ. ഭഗവാൻ എങ്ങനെയാണ് അദൃശ്യനായത്? എന്തിനാണ് അദൃശ്യനായത്? കാരണം വ്രജസ്ത്രീകൾക്ക് വലിയ അഭിമാനം തോന്നി. ഭഗവാൻ നമ്മുടെ കൂട്ടുകാരനാണ്, നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകും, നമുക്ക് മുഴുവനായിട്ടുള്ള നിയന്ത്രണമുണ്ട് ഭഗവാന്റെ മുകളിൽ എന്നൊക്കെയുള്ള അഭിമാനം അവർക്കുണ്ടായപ്പോൾ അവരുടെ ആ ദുരഭിമാനം ഇല്ലാതാക്കാൻ ഭഗവാൻ അദൃശ്യനായി. അങ്ങനെ അദൃശ്യനായി പോയ ഭഗവാനെ അവരെവിടെ നോക്കിയിട്ടും കണ്ടില്ല. അപ്പോഴാണല്ലോ ഗോപീഗീതം പാടുന്നത്. പിന്നെ അഹം ബ്രഹ്മാസ്മിയുടെ തത്വം, ഇതാണ് ഏറ്റവും രസകരമായിട്ടുള്ളത്. അപ്പൊ സ്വയം തന്നെ തന്നിൽ തന്നെ അവർ ആത്മാവിനെ കണ്ടു, തന്നിൽ തന്നെ ഭഗവാനെ കണ്ടു എന്ന് വ്യക്തമായിട്ട് 30-ാമത്തെ അധ്യായത്തിൽ, അവിടെ രാസാധ്യായത്തിലെ 30-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അഹം ബ്രഹ്മാസ്മി എന്ന ഭാവത്തിൽ വിത്തുക്കളായവർ എന്താണോ മനസ്സിലാക്കുന്നത്, എന്താണോ അനുഭവിക്കുന്നത്, ആ സമയത്ത് അവർക്കത് ആ അനുഭവം ഉണ്ടായി. എന്താണ്? കൃഷ്ണോഹം പശ്യതഗതിം ലളിതാമിതി തന്മനാഹ. ബ്രഹ്മാഹമസ്മി എന്ന് ഒരു ജ്ഞാനി ബ്രഹ്മചിന്തനം ചെയ്യുന്നു. ശ്രവണ മനന നിധ്യാസങ്ങൾ കഴിഞ്ഞ് ബ്രഹ്മചിന്തനം ചെയ്യുന്നു. ആ അനുഭവം തന്നെയാണ് വ്രജസ്ത്രീകൾക്ക് കൃഷ്ണോഹം പശ്യതഗതിം ലളിതാമിതി തന്മന. ഇവിടെ ഒരു രസമുള്ളത്, കാവ്യശാസ്ത്രങ്ങൾ പഠിച്ച് സാഹിത്യത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നവർക്ക് ഈ വാക്യങ്ങൾ കേട്ടാൽ ഇത് ശൃംഗാരരസത്തിൻ്റെ ഉത്തുംഗ അവസ്ഥയിൽ അവിടെ പ്രേയസിക്ക് തോന്നുന്ന ഭാവങ്ങൾ, ആ ഭാവങ്ങളിൽ ഒരു ഭാവം ഇങ്ങനെയാണ്: തനിക്ക് ഏറ്റവും പ്രിയനായിട്ടുള്ള ആ വ്യക്തിയോട് അത്യന്തം സാമ്യത തോന്നി താദാത്മ്യം തോന്നുന്നൊരവസ്ഥ വരും. അത് ശൃംഗാരരസത്തിൻ്റെ ഉത്തുംഗ അവസ്ഥയായിട്ട് കാവ്യങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട്. അതിനെ അങ്ങനെ തന്നെ എടുത്താണ് ഇവിടെ കൃഷ്ണോഹം പശ്യതഗതിം. ഒരു ഗോപി പറയുകയാണ്, ഞാൻ കൃഷ്ണനാണ്, എന്നെ നോക്കൂ, എന്നെ കാണൂ, എന്നെ അറിയൂ എന്ന് പറയും. അപ്പൊ ഈ ഭാവവും അവിടെ വർണ്ണിച്ചിരിക്കുന്നു. അങ്ങനെ ചുരുക്കത്തിൽ ചെറിയൊരു ദിശാനിർദ്ദേശം അല്ലെങ്കിൽ ഒരു സംക്ഷിപ്ത രൂപത്തിൽ ഈ രാസപഞ്ചാധ്യായിയെ മറ്റൊരു രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് സാധനയാണ്. സാധനയുടെ പല പല തലങ്ങളും പല ഭാവങ്ങളും വർണ്ണിക്കുന്ന, വളരെ രസാത്മകമായ രീതിയിൽ വർണ്ണിക്കുന്ന അധ്യായമാണ്. ഇതിനെ സംബന്ധിച്ച് എന്ത് തന്നെ ചോദ്യങ്ങൾ ഉണ്ടായാലും അതിനെല്ലാം പരിഹാരം ഈ 5 അധ്യായത്തിൽ ഭഗവാൻ വേദവ്യാസൻ സ്വയം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം അവിടെ തന്നെയുണ്ട്. അതിൽ ചില ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചത്. ഇപ്പോൾ സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഈ പ്രഭാഷണം ഇവിടെ സമാപിപ്പിക്കുന്നു. എല്ലാവിധ ഭക്തിഭാവങ്ങളോടും കൂടി ഭഗവത് ചരണങ്ങളിൽ ഈ രാസപഞ്ചാധ്യായിയുടെ തത്വസമീക്ഷ എന്നുള്ള ഒരു വിഷയത്തിൽ
ഈ ശബ്ദങ്ങൾ പുഷ്പാഞ്ജലിയായി സമർപ്പിക്കുന്നു. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.